എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ തമിഴ്നാട് വരെ ഒന്ന് പോവാണ്. അപ്പോൾ നമ്മൾ കരിമ്പനയുടെ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടായിരുന്നല്ലേ, കരിമ്പന പനങ്കൽക്കണ്ടം ഉണ്ടാക്കുന്ന വീഡിയോ. അപ്പോൾ ആ ഒരു നാട്ടിലെ, അതായത് തൂത്തുക്കുടിക്ക് അടുത്തുള്ള സായൽക്കുടി എന്ന നാട്ടിലെ ചില ഗ്രാമക്കാഴ്ചകൾ കാണാം. നമുക്ക് പോകുന്ന വഴിക്കുള്ള കുറേ നല്ല നല്ല കാഴ്ചകൾ ഉണ്ട്. ആ ഒരു തമിഴ്നാടിൻ്റെ ഗ്രാമത്തിൻ്റെ കാഴ്ചകളിലേക്ക് നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം. നമ്മളിത് കമ്പമ്മേട് ആ ഒരു മല ഇറങ്ങും കേട്ടോ. മുല്ലപ്പെരിയാർ ഡാമിലെ വെള്ളം വൈദ്യുതോൽപാദനത്തിന് ശേഷം തമിഴ്നാട്ടിലേക്ക് അത് കൃഷി ആവശ്യങ്ങൾ കൊണ്ടുപോകണ പെൻസ്റ്റോക്ക് പൈപ്പുകളാണത്. ഒരു ബസ് വരുന്നത് കേട്ടോ. അപ്പം അതെ, കമ്പത്ത് വരുന്ന വണ്ടിയാണിത്. അപ്പം നമുക്ക് ഇവിടുന്ന് നേരെ ഉണ്ടല്ലോ, നമ്മൾ പോകുന്ന വഴിക്ക് ആദ്യം കാണാൻ പോകുന്ന നമുക്കൊരു സുരുളി വാട്ടർഫോൾ. അതെ, സുരുളി വാട്ടർഫോൾസ് എന്നൊരു വെള്ളച്ചാട്ടം ഉണ്ട്. നമുക്ക് അത്യാവശ്യം തമിഴ്നാട്ടിൽ അറിയപ്പെടുന്നൊരു വെള്ളച്ചാട്ടമാണ്. കമ്പമ്മേട് മലയിറങ്ങിയാൽ പിന്നെ നോക്കത്താ ദൂരത്തോളം നീണ്ടു കിടക്കുന്ന തമിഴ്നാട്ടിലെ കൃഷിയിടങ്ങളാണ്. പാടങ്ങളുണ്ട്, നാളികേര കൃഷികളുണ്ട്. കണ്ടോ, നമ്മുടെ മുന്നിൽ കാണുന്ന ആ മല എന്ന് പറയുമ്പോൾ നമ്മുടെ ആ മലയ്ക്കപ്പുറം നമ്മുടെ കേരളമാണ്. ഈ യാത്രയ്ക്കിടെ ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടത് ഇതുപോലുള്ള തെങ്ങിൻ തോട്ടങ്ങളാണ്. എനിക്ക് വേണമെങ്കിൽ തമിഴ്നാട്ടിൽ തെങ്ങ് കൃഷി ചെയ്യും പോലെ മറ്റിടങ്ങളിലൊന്നും ഇല്ലെന്ന് തോന്നുന്നു. അതുപോലെ തെങ്ങിൻ തോട്ടങ്ങളാണ്. ശരിക്കും നമ്മുടെ ഈ കമ്പമ്മേട് മലയിറങ്ങിയാൽ ആദ്യം കാണുന്നത് ഇതുപോലെയുള്ള പാടങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ. എന്നിട്ട് പശുക്കളൊക്കെ ഇങ്ങനെ മേയിച്ച് നടക്കുമായിരിക്കും. അങ്ങനെ കുറേ സ്ഥലങ്ങൾ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇങ്ങനെ റോഡ് തമിഴ്നാട്ടിൽ നീണ്ടു നിവർന്ന് കിടക്കുമല്ലേ, നമുക്ക് പോകാനല്ലേ. ഒറ്റ ഗിയറിൽ വണ്ടിയും ഓടിച്ച് പോയാൽ മതി. ഞങ്ങളുടെ ചുറ്റും മല കേട്ടോ. ആ മലയ്ക്ക് അടിവാരത്തിലാണിത്. നമ്മുടെ ജല്ലിക്കെട്ട് കാള, ആ ഒരു കൂട്ടത്തിലുള്ള കാളകളാണെന്നാണ് പറഞ്ഞത് കേട്ടോ ഇവിടെ ചോദിച്ചപ്പോൾ എണ്ണൻ. ഇതിപ്പോൾ രാവിലെ തൊട്ട് ഇവർക്ക് വൈകിട്ട് വരെ ഇവിടെ തീറ്റിയിട്ട് പിന്നെ അവർ വീട്ടിലോട്ട് കൊണ്ടുപോകും. കണ്ടോ, കുറേ ഉണ്ട്. ആ ഒരു മല നമ്മുടെ കേരള അതിർത്തിയാണ്. കണ്ടോ, അവിടെ ഒരു വെള്ളച്ചാട്ടമുണ്ട്. എനിക്ക് വേണമെങ്കിൽ ആ വെള്ളച്ചാട്ടം കുമ്മളിക്ക് അടുത്തുള്ള ഏതോ ഒരു വെള്ളച്ചാട്ടം തോന്നുന്നു. അതിൻ്റെയൊക്കെ കുറേ റീലുകളൊക്കെ വന്നു കേട്ടോ. എന്തായാലും നല്ല രസമുള്ള സ്ഥലം. ഉച്ചയായി. ഈ തമിഴ്നാട്ടിലോട്ട് വന്നാലുള്ള കുഴപ്പമെന്ന് വെച്ചാൽ നല്ല ഹോട്ടലുകളൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും അത് കണ്ടുപിടിക്കാൻ പാടായി. ഉൾഗ്രാമത്തിന് അങ്ങോട്ട് വന്നാൽ. അപ്പോൾ നമ്മളിത് വീട്ടിൽ നിന്ന് ചോറൊക്കെ കൊണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളിവിടെ നല്ലൊരു സ്ഥലത്ത് വെച്ചിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ചുറ്റുമുള്ള കാഴ്ചകളെ കാണിച്ചു കേട്ടോ. നോക്കത്താ ദൂരത്തോളം പരത്തി കിടക്കുന്ന പാടങ്ങളൊക്കെയാണ്. ഈ തമിഴ്നാട്ടിലെ പാടങ്ങളൊക്കെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. എന്തായാലും പാടങ്ങളൊക്കെ വിത്ത് വിതച്ചിട്ടേ ഉള്ളൂ കേട്ടോ. ഒരു 1-2 മാസം കൂടെ കഴിയുമ്പോൾ ഇവിടെ ഇങ്ങനെ പച്ചപ്പായിരിക്കും മൊത്തം കേട്ടോ. നമ്മൾ ഈ ഒരു ഭാഗത്തു നിന്ന് പോകുന്നത് സുരുളി വാട്ടർഫോൾസ് കാണാൻ വേണ്ടിയാണ്. തമിഴ്നാട്ടിലെ കമ്പത്ത് നിന്ന് ഏകദേശം ഒരു 10 കിലോമീറ്റർ ഉണ്ട് ഈ സുരുളിയിലേക്ക്. മേഘമലയും മലനിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന സുരുളി വെള്ളച്ചാട്ടം കാണാൻ നമുക്ക് പോകാം. ഈ തമിഴ്നാടിൻ്റെ എനിക്ക് ഒരു പ്രത്യേകമായിട്ട് തോന്നിയിട്ടുണ്ടല്ലോ, ഈ റോഡ് സൈഡിൽ വെച്ച് അങ്ങനെ തെങ്ങാണേലും പുളിമരമാണല്ലോ കറുത്ത പെയിൻ്റ് അടിച്ച് വെച്ചിട്ടുണ്ട്. അതെല്ലാം ഗവൺമെൻറ്റാണ്. അത് കുറേ ആളുകൾക്ക് ലീസിന് കൊടുക്കുന്നതാണ് അങ്ങനത്തെ ഉള്ള മരങ്ങൾ. ഈ സുരുളി വാട്ടർഫോൾസിലോട്ട് പോകുമ്പോൾ ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്ന പുളിമരം കേട്ടോ. 10, 200, 300 വർഷമുള്ള പുളിമരങ്ങളാണ് ഇങ്ങനെ നിൽക്കുന്നത്. ശരിക്കും നമുക്കൊരു അതിശയം തോന്നും കേട്ടോ. എത്ര തലമുറകൾ കൈമാറ്റം ചെയ്തു വന്നിട്ടുള്ള പുളിയായിരിക്കും. അപ്പോൾ നമുക്ക് ഈ മരങ്ങളാണ് നമ്മളെ എന്തൊരു മരമാണ് ഇവിടെ നിൽക്കുന്നത്. മരം എത്ര നിൽക്കുന്നുണ്ട് ഇവിടെ. ചൂട് കുറവ്, ഒട്ടും ചൂടില്ല, നല്ല തണുപ്പും. ഇഷ്ടംപോലെ വലിയ മരം കേട്ടോ. ആ, നല്ല ഹൊറർ സിനിമകൾ ഷൂട്ട് ചെയ്യാൻ പറ്റിയ ലൊക്കേഷൻ കേട്ടോ. വലിയ മരങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടോ. വഴിയൊക്കെ അടിപൊളിയല്ലേ. നമ്മൾ പോണ വഴിക്ക് എന്തായാലും സുരുളി വാട്ടർഫോൾസ് ഒന്ന് ജസ്റ്റ് കാണാമെന്ന് ഓർത്ത് കയറിയത് കേട്ടോ. ഇതിനകത്ത് വലിയ ഭയങ്കരമായിട്ട് വെള്ളച്ചാട്ടമൊന്നുമില്ല. നമ്മുടെ നാട്ടിലേക്ക് ഇഷ്ടംപോലെ വെള്ളമുണ്ട്. അതൊക്കെ നോക്കുമ്പോൾ ഇവിടെ വെള്ളമേ ഇല്ല. ഏകദേശം ഒരു 150 അടി മുകളിൽ നിന്നാണ് ഈ വെള്ളം താഴോട്ട് പതിക്കുന്നത്. പിന്നെ കുറേ മരങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഈ ഒരു മരം താന്നിമരം എന്ന് പറഞ്ഞ മരം കേട്ടോ. നമ്മൾ വെള്ളച്ചാട്ടം കണ്ടിട്ട് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. പിന്നെ പുറത്തിറങ്ങുമ്പോൾ ഇഷ്ടംപോലെ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വടയായി പല രീതിയിലുള്ള സാധനങ്ങളൊക്കെ. ഇഷ്ടംപോലെ മാങ്ങയുണ്ട്, ചക്കയുണ്ട്, തേങ്ങയുണ്ട്, എല്ലാം നമുക്ക് വേണമെങ്കിൽ മേടിക്കാം കേട്ടോ. നമ്മുടെ നാട്ടിലെല്ലാം കിട്ടുന്നതുകൊണ്ട് പിന്നെ നമ്മൾ അതിന് വലിയ ശ്രദ്ധ കൊടുക്കാൻ പോയില്ല. നമുക്ക് നേരെ അടുത്ത സ്ഥലത്തേക്ക് യാത്ര ചെയ്യാം. അങ്ങനെ നമ്മൾ തമിഴ്നാട്ടിലെ ഓരോരോ ചെറിയ ചെറിയ ഗ്രാമങ്ങളിൽ കൂടെ യാത്ര ചെയ്തിട്ട് നമ്മൾ പോകുന്നത് തൂത്തുക്കുടിക്ക് അടുത്തായിട്ടുള്ള സായൽക്കുടിയിലാണ്. അപ്പോൾ നിങ്ങൾ പനങ്കൽക്കണ്ടം ഉണ്ടാക്കുന്ന വീഡിയോ കണ്ടിട്ട് കാണും. അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോ അതിന് മുമ്പാണ് വരേണ്ടത്, പക്ഷേ നമ്മൾ അത് ആദ്യം ഇട്ടുന്നുള്ളൂ കേട്ടോ. നമ്മൾ രാത്രി അവിടെ എത്തിയപ്പം ദോശയും സാമ്പാറൊക്കെയാണ് നമ്മൾ കഴിക്കുന്നത് കേട്ടോ. കഴിച്ചിട്ട് നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ട് അവിടെ, മനുഭായുടെ, ആ വീടിനുണ്ട്. ഈ വീടിൻ്റെ ടെറസിൻ്റെ മേലാണ് ഞങ്ങൾ കിടന്നത്. പക്ഷേ കുഴപ്പമില്ല കേട്ടോ, ടെറസിൻ്റെ മുകളിൽ നമ്മൾ ഹാപ്പിയാണ്. നമ്മളവിടെ ചെന്നാലും ഉള്ള സൗകര്യത്തിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. അതുകൊണ്ട് കിടപ്പ് നമുക്കൊരു വിഷയമേ അല്ല. ഞങ്ങൾ താമസിക്കുന്ന ഈ ഏരിയ എന്ന് പറയുമ്പോൾ ഒരു കടലോര മേഖലയാണ്. ഇവിടുന്ന് കുറച്ചൊരു 3-4 കിലോമീറ്റർ പോയാൽ കടലെത്തും. ഇവിടുത്തെ കരിമ്പന എന്ന് പറയുമ്പോഴല്ലോ, ഈ കടലോര മേഖലയിലുള്ള കരിമ്പന ആയതുകൊണ്ട് തന്നെ 2 വ്യത്യസ്തമായിട്ടുള്ള
ചുറ്റുപാടിലുള്ള കരിമീനുകളുണ്ടോ. ഒന്ന് കടലിൻ്റെ അടുത്തായിട്ടുള്ള നല്ല പൂഴിമണ്ണിൽ നിൽക്കുന്ന കരിമീനുണ്ട്, അതല്ലാതെ നമ്മൾ വേറെ ഒരു ചുമന്ന മണ്ണിലുള്ള കരിമീനുണ്ട് കേട്ടോ. അപ്പം നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ സാധാരണ നമ്മുടെ നാട്ടിലെ കാണുന്ന കടലിലുള്ള ആ ഒരു മണ്ണുള്ള മേഖലയിലുള്ള കരിമീനാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെയുള്ള ഈ ഒരു സായൽക്കുടി ഗ്രാമത്തിൻ്റെ മറ്റ് കാഴ്ചകൾ കൂടി ഒന്ന് കാണാം. നിങ്ങൾ താമസിക്കുന്നതിൻ്റെ ഒരു സൈഡിലായിട്ട് റോഡ് കണ്ടോ, നോക്കത്താ ദൂരത്തോളം നീണ്ടു കിടക്കുന്നത്. അങ്ങ് കാണുന്നുണ്ടോ മറ്റേ ആ ചുമന്ന മണ്ണുള്ള കരിമീൻ, അവിടെയാണുള്ളത്. കരിമ്പലിൽ നിന്ന് പനങ്കൽക്കണ്ട് ഉണ്ടാക്കുന്നുണ്ട്, കരിപ്പട്ടി ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ കള്ള ഈ ഗ്രാമത്തിൽ ശരിക്കും പറഞ്ഞാൽ നിയമവിരുദ്ധമാണ്, അതുകൊണ്ട് ആരും തന്നെ കള്ള ഉണ്ടാക്കുന്നില്ല. ഈ ഒരു കരിമ്പനത്തോട്ടം തന്നെ കാണാൻ എന്ത് രസമല്ലേ. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ നിൽക്കുവാണ്, ഏക്കർ കണക്കിന് തോട്ടങ്ങളാണ് ഇങ്ങനെ ഉള്ളത്. നമ്മളിനി ആ കടലിൻ്റെ ഭാഗത്തോട്ടൊന്ന് പോകട്ടോ. നിങ്ങൾ ഒരിക്കലെങ്കിലും വന്നിട്ടില്ലെങ്കിൽ ഒന്ന് കാണണ്ട കേട്ടോ ഈ ഒരു കരിമ്പനത്തോട്ടം. നമ്മുടെ പാലക്കാടൊക്കെ പോയാൽ കരിമ്പന കാണാൻ പറ്റും, പക്ഷേ അതൊന്നുമല്ല സൗന്ദര്യം. നമ്മുടെ പാടങ്ങൾക്കിടയിലുള്ള കരിമ്പനയുടെ സൗന്ദര്യം ഒരു പ്രത്യേക രീതിയാണ്, പക്ഷേ ഇത് കടലോരത്തുള്ള കരിമ്പനയാണ്. ഇനി നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരൊരിക്കലും കരിമ്പന, അതായത് കടലോരത്തുള്ള കരിമ്പന കണ്ടില്ല എന്ന് പറയരുത് കേട്ടോ. ശരിക്കും ആ സുനാമിയുടെ സമയത്തൊന്നും ഇങ്ങോട്ടൊന്നും വെള്ളം കയറിയില്ലെന്നാട്ടാ അവർ പറഞ്ഞത്. ആ ഒരു സമയത്ത് ഇവർക്കൊന്നും വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. എന്നാൽ നമുക്ക് ഈ കരിമ്പനത്തോട്ടത്തിൻ്റെ നടുക്ക് ഒരു വീടുണ്ട്, നമുക്ക് ആ ഒരു വീട്ടിലെ കാഴ്ചകളൊന്ന് കണ്ടാലോ. നമ്മുടെ കൂടെ വന്ന മനുഭായുടെ ഒരു കൂട്ടുകാരുണ്ട് ഈ ഒരു കരിമ്പനത്തോട്ടത്തിൻ്റെ ഇടയ്ക്ക് താമസിക്കുന്ന ഒരു കരിപ്പട്ടിയൊക്കെ ഉണ്ടാക്കുന്ന ഒരാളാട്ടോ. അപ്പോൾ പുള്ളിക്കൊരു ചക്കയൊക്കെ ആയിട്ടാണ് വന്നേക്കുന്നത്. പുള്ളി കിടന്നുറങ്ങോട്ടോ, വന്ന് അറിഞ്ഞില്ല. വണക്കം വണക്കം. ചിന്ന ഗിഫ്റ്റ്. ഇവിടെ ഇങ്ങനെ കിടന്നുറങ്ങുവാട്ടെ എല്ലാവരും. ഇതാണ് ഇവിടുത്തെ കുടിലുകൾ കണ്ട, അടിപൊളി. ലൈഫ് ഓഫ് പൈ എന്നൊക്കെ പറഞ്ഞ പോലെ. ഈ ഒരു കരിമ്പനയുടെ ഇടയ്ക്ക് ജീവിക്കുന്ന കുറേ മനുഷ്യരാട്ടോ, പച്ചയായ മനുഷ്യർ. വളരെ സ്നേഹമാട്ടോ അവർക്ക് എല്ലാവരോടും. കരിമ്പനെ കയറിയിട്ടുള്ള തഴമ്പുണ്ടോ കയ്യേറി, കണ്ടോ, പിടിച്ച് കയറണ കേട്ടോ. കണ്ടോ, ഇതുണ്ടാക്കാൻ വേണ്ടിയാണ് കയറുന്നത്. ഇതാണല്ലോ നമ്മുടെ തമിഴ്നാട്ടിൽ നമ്മുടെ കരിമ്പനയിൽ കയറുന്ന അണ്ണൻ്റെ അടുത്ത് കിടക്കുന്ന ചെരുപ്പുണ്ടോ, കാലിൽ ലൂണാറാണ്, ഒരിക്കലും തെന്നാത്ത ചെരുപ്പ്. ഇത് കണ്ടോ, ഇതാണ് ആ സ്ഥലം. കണ്ടോ, ഇതൊരു 3 വർഷം ആയ പനയാണ്. 3 വർഷം. ഇതുണ്ടോ, ഇതൊരു 5 വർഷം മേളിൽ എടുക്കാം. ഇതുണ്ടോ, അതെ, ഒരു 7, 8, 10 വർഷം ആയിരിക്കാം. അപ്പോൾ ഇതുപോലെ പന ആയി വരണമെങ്കിൽ 20 വർഷം എടുക്കും. ഇതുണ്ടോ, ഈ ഒരു പനയാണ് 20 വർഷമുള്ള, ഇതൊരു 22 വർഷമായ പന കേട്ടോ. ശേഷം ഇതൊരു എത്ര വർഷമെന്ന് ഇവർക്ക് ഒരു കണക്കില്ല കേട്ടോ. 100ഉം 200ഉം വർഷമൊക്കെ ഈ പന നിൽക്കും എന്നാണ് പറഞ്ഞത്. ഇവരെ അപ്പനപ്പന്മാരുടെ കാലഘട്ടം തൊട്ടേ അങ്ങനെ നിൽക്കും. എന്നാ പറഞ്ഞേ, ഒരു മരണമില്ലാത്ത ആയുസ് പോലെയാണ് ഈ പനയ്ക്ക്. കുറേ പൊക്കം ആകുമ്പോൾ പിന്നെ ഇവർ പാനിയെടുക്കൽ നിർത്തും കേട്ടോ. അങ്ങനെയാണ് ഇവിടുത്തെ പനകളെല്ലാം. കണ്ടോ, ആ നിൽക്കുന്ന പനയൊക്കെ എത്ര വർഷം, ഒരു 100-150 വർഷം പഴക്കമുള്ള പനകളൊക്കെ നമ്മുടെ പുറകെ നിൽക്കണേ. അപ്പോൾ അങ്ങനെയുള്ള പനയാണ് ഇവിടെ കൂടുതലുള്ളത് കേട്ടോ. നമ്മളോർക്കും ശരിക്കും പറഞ്ഞാൽ ഒരു 5 വർഷം അല്ലെങ്കിൽ 10 വർഷം ആകുമ്പോൾ ഇതിൻ്റെ അന്ന് കള്ളെടുക്കാൻ പറ്റും കേട്ടോ. നമ്മുടെയൊക്കെ നാട്ടിൽ പോലെ ഒരിക്കലുമില്ല. അകത്തും കിടക്കും പുറത്തും കിടക്കും, അങ്ങനെയാണ് ഈ കൂടുതലുണ്ടാക്കുന്നത്. ഇത് 1 വർഷമുള്ളൂ ഇതിൻ്റെ ആയുസ്. ഈ സാധനം 1 വർഷം കഴിയുമ്പോൾ ഇതിൻ്റെ ഓലയെല്ലാം മാറ്റണമെന്നാണ് പറഞ്ഞേക്കുന്നത്. കണ്ടോ, ഇതെല്ലാം ഇങ്ങനെ കെട്ടിമറിച്ചേക്കും കേട്ടോ. എൻ്റെ ഇവിടെ കുളിക്കണേ, എവിടെയാണ് കുളിക്കണേ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മുടെ നാട്ടിൽ എത്രയോ സൗകര്യങ്ങളുള്ള ഉണ്ടായിട്ടും നമുക്ക് പരാതികളാണ് കൂടുതലും. അപ്പം നമ്മൾ ഇങ്ങനെയൊക്കെ വന്ന് ഇവരൊക്കെ താമസിക്കുന്ന രീതി ഒന്ന് ആലോചിച്ച് നോക്കുമ്പോൾ നമ്മൾ കണ്ടേ നമ്മളൊക്കെ എത്ര സ്വർഗത്തിലാണ് ജീവിക്കുന്നത്. ഈ കരിമ്പനക്കാടിന് നടുവിലെ ഒടിയനാണ് ശക്തിവേലണ്ണൻ. കൊള്ളാം. നമ്മുടെ പുളി പിന്നെ നമ്മുടെ നാട്ടിലുണ്ടല്ലോ. എങ്ങനെയുണ്ട് ഇവിടുത്തെ പുളിക്ക് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഇനി തൂത്തുക്കുടിയിൽ പോയാൽ നമുക്ക് ഏറ്റവും കൂടുതലായി കാണുന്നത് പിന്നെ ഉപ്പുപാടങ്ങളാട്ടോ. നമ്മുടെ സായൽക്കുടിക്ക് അടുത്തായിട്ടൊരു ഉപ്പുപാടം ഉണ്ടായിരുന്നു. ഇതുണ്ടോ, ഇങ്ങനെ നമ്മുടെ നാട്ടിലൊക്കെ നെൽകൃഷി ചെയ്യുമ്പോൾ തന്നെ ഉപ്പുപാടം കേട്ടോ. 2 രീതിയിൽ ഒരു ഉപ്പ് നിർമ്മിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് നമ്മുടെ കടൽവെള്ളം നേരിട്ട് ഈ ഒരു പാടത്തിലോട്ട് എത്തിച്ചിട്ട് അവിടെ നിന്ന് ഉപ്പെടുക്കുന്നു. പിന്നെ ഇതുപോലെ ബോർവെല്ല് കുത്തിയിട്ട് ആ ബോർവെല്ലിലെ വെള്ളം ഇങ്ങനെ പാടത്തോടടിച്ച് അതിൽ നിന്നും ഉപ്പെടുക്കുന്നുണ്ട്. അങ്ങനെ ഇവിടെ മൊത്തം ഉപ്പാട്ടോ. തമിഴ്നാട്ടിൽ എവിടെ നോക്കിയാലും ഉപ്പുപാടങ്ങൾ ഒരുപാട് കാണാൻ പറ്റും. അയ്യോ,
ചെരുപ്പിടാതിരിക്കണ കണക്ക് മാത്രമല്ല ഭയങ്കര പാടാണ്. കാലയിൽ ഇങ്ങനെ കൊണ്ട് കയറാനുള്ള ഫീലാണ്. കണ്ടോ, നമ്മുടെ ചുറ്റും ഇങ്ങനെ ഉപ്പുപാടത്തിൻ്റെ നടുക്കാണ് നമ്മൾ നിൽക്കുന്നത്. എന്തായാലും നല്ല രസമാണ്. ഇത് കൂടെ പാടങ്ങൾ നിങ്ങൾ തൂത്തുക്കുടി വന്നാൽ ഒരുപാട് സ്ഥലത്ത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ എന്തായാലും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. നമ്മുടെ നാട്ടിൽ കടൽ വെള്ളം ഉണ്ടെങ്കിൽ അങ്ങനെ ഉപ്പ് തിരിച്ചിരിക്കുന്ന പാടങ്ങളൊക്കെ വളരെ കുറവാന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് തമിഴ്നാട്ടിൽ ഇങ്ങനെ ഉള്ളിലോട്ടുള്ള ഗ്രാമങ്ങളിലൊക്കെ പോയാൽ നമ്മുടെ നാട്ടിലെ പാടം പോലെ ഇവിടെ ഇങ്ങനെ നോക്കത്താ ദൂരത്തോളം പറഞ്ഞ് കിടക്കുന്ന ഉപ്പ് പാടങ്ങളായിരിക്കും. ഈ ഉപ്പിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ സമ്മതിക്കുന്നുണ്ടോ? കാരണം വെച്ചാൽ അത്രയ്ക്കും കഷ്ടപ്പാടുള്ള ഒരു പണിയാണ്. നമ്മൾ ഉപ്പെന്ന് പറഞ്ഞാൽ അതിനെ അലിയിപ്പിക്കുന്ന ഒരു സാധനമല്ലേ. ഈ ഉപ്പിനകത്ത് ഒരുപാട് നേരം ഇങ്ങനെ ചെരുപ്പൊക്കെ ഇടാതെ ഇങ്ങനെ നടക്കുവാണെങ്കിൽ നമ്മുടെ കാലിലെ തൊലി ഇങ്ങനെ പോകും കേട്ടോ. അത്രമാത്രം കഷ്ടപ്പാടാണ്. ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത്രയും കഷ്ടപ്പാടുള്ള ഒരു പണിയാണല്ലോ ഇതെന്ന്. ഇവരെന്തായാലും സമ്മതിച്ചേ പറ്റുള്ളൂ കേട്ടോ. പിന്നെ വെയിൽ, ഒരു രക്ഷയില്ലാത്ത വെയിലാട്ടോ. നമ്മളിവിടെ ക്യാമറ കാണുന്ന തന്നെ ഭാഗ്യം പറഞ്ഞാൽ അത്രമാത്രം വെയിലാണ്. സ്ഥലങ്ങളുണ്ട് ഒരുപാട്. ഇതുണ്ടോ? അയ്യോ, അന്ന് വാരി നോക്കിയാൽ ഭായി നോക്കട്ടെ ഉപ്പിൻ്റെ രുചിയൊക്കെ ഉണ്ടോ. മുടിഞ്ഞു പോണോ? ഒരു രക്ഷയില്ലാതെ ഉപ്പാന്ന് പറഞ്ഞോ. എന്നാലും ഇവിടെ ഇഷ്ടം പോലെ ഉപ്പുണ്ട് കേട്ടോ. അതെ അതെ, ശരിക്കും നമ്മളുണ്ടാക്കണ ഈ ഉപ്പ് ഉപ്പുണ്ടാക്കുന്ന അത്രയും വ്യത്യാസമുള്ളൂ. ഇതിങ്ങനെ നോക്കത്താ ദൂരത്തോളം കിടക്കോട്ടോ. അതിങ്ങനെ കിടക്കുവാണേ. ഇതുണ്ടോ? അങ്ങനെ നമ്മൾ ഉപ്പുപാടത്തിൻ്റെയൊക്കെ വീഡിയോ കഴിഞ്ഞ് ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് ഐസ് ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറി ഉണ്ട്. നമുക്ക് ആ ഒരു കാഴ്ച ഒന്ന് കണ്ടാലോ? ഞാൻ ആദ്യമായിട്ടാണ് ഈ ഐസൊക്കെ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണുന്നത് കേട്ടോ. ഇത് അപ്പം ഇത് ഫുള്ളാണ് ഈ ഒരു വെള്ളം നിറച്ചിട്ട് അത് കുറേ നേരം നല്ല ഒരുപാട് ഉയർന്ന ടെമ്പറേച്ചറിൽ തണുപ്പിച്ച് ഐസാക്കി എടുത്ത് പിന്നെ വീണ്ടും ഇതുപോലെ കഴുകിയെടുത്തതിന് ശേഷം പിന്നീട് ഇങ്ങോട്ട് മറിച്ചിടും കേട്ടോ. അപ്പോൾ ഇവിടെ ഒരുപാട് വണ്ടികളൊക്കെ പല സ്ഥലത്തും ഈ ഐസ് കൊണ്ടുപോകാനൊക്കെ ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചെന്ന സമയം കറക്റ്റ് സമയമായിരുന്നു. ഇതിൻ്റെ ഒരു പ്രോസസ്സിങ് ടൈമായിരുന്നു. പിന്നെ എന്തായാലും അവരുടെ കയ്യിലൊരു പ്രത്യേക രീതിയിലുള്ള ഒരു കത്തിയൊക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങനെ കുത്തിയെടുത്തിട്ട് ഇതിൻ്റെ ഈ മെഷീനകത്തോട്ടും ഇടും. കണ്ടോ, പൊടിഞ്ഞ് ഐസാക്കിയിട്ട് പിന്നെ ഒരു ചാക്കിലാക്കിക്കൊണ്ട് പല ആൾക്കാർ പല സ്ഥലങ്ങളിലോട്ട് പോകും. അപ്പോൾ ഇങ്ങനത്തെ ഉള്ള ഐസാണ് നമ്മുടെ നാട്ടിലിങ്ങനെ മീനകത്തൊക്കെ ഇട്ടും പല സ്ഥലത്തോട്ടും വരുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ വെള്ളം അവർ ഉപയോഗിക്കുന്നത് അവിടെ ബോർവെല്ലിൽ നിന്ന് ഇങ്ങനെ വെള്ളം അടിച്ചിട്ടാണ് ഈ ഐസ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ തീരെ മോശമുള്ള വെള്ളമൊന്നുമല്ല അവർ ഇതിനു വേണ്ടി അവിടെ ഞാൻ കണ്ട ഫാക്ടറിയിൽ ഉപയോഗിക്കുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് ഇനിയിപ്പം കുറേ വണ്ടികൾ ഇതുപോലെ വരും. എന്നിട്ട് ആ വണ്ടിയെ കയറ്റിക്കൊണ്ട് പല സ്ഥലങ്ങളിലോട്ടും ഈ ഐസ് കൊണ്ടുപോകും കേട്ടോ. അപ്പോൾ അതിലൊരു വണ്ടിയാണ് ആ കിടക്കുന്നത്. കുറേ വണ്ടികളുണ്ട്. ആ വണ്ടി ഇങ്ങനെ പല സ്ഥലങ്ങളിലോട്ട് പോകും. ഇതുപോലുള്ള ഫാക്ടറികൾ ഒരുപാടുണ്ട് കേട്ടോ തമിഴ്നാട്. പല രീതിയിൽ പല സാധനങ്ങളും ഉണ്ടാക്കണേ. എനിക്ക് തോന്നുന്നത് തമിഴ്നാട് കുറച്ചുകൂടെ ഒരു വ്യവസായത്തിന് കുറച്ചുകൂടെ പ്രാധാന്യം നൽകുന്ന ഒരു നാടാന്ന് തോന്നുന്നു. ഞങ്ങൾ താമസിക്കുന്നതിന് തൊട്ടടുത്ത് തന്നെ ഒരു ചെറിയൊരു മിനി ഹാർബർ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ വലയൊക്കെ ചുരുട്ടി അവർ മത്സ്യബന്ധനത്തിന് പോകാൻ വേണ്ടി തയ്യാറെടുക്കുന്നൊരു കാഴ്ചയാണ് ഒരു ബോട്ട്. നമ്മുടെ മുന്നിൽ കാണുന്ന ആ ബോട്ടില്ലേ, അതുപോലെ കുറേ ബോട്ടുകൾ അവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. ഇതുണ്ടോ ലൈറ്റ് കളിയുണ്ടോ അതിൻ്റെ മേളിൽ? അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു നാട്ടിലെ കാഴ്ചയായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ. ശരിക്കും തമിഴ്നാട്ടിൽ 3 ദിവസം ജീവിച്ചപ്പോൾ ഉണ്ടല്ലോ, എങ്ങനെയെങ്കിലും നാട്ടിൽ വന്നാൽ മതി എന്നായി കേട്ടോ. നമ്മുടെ കേരളം അത്ര മനോഹരമാണ്. നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളിൽ ചെല്ലുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് കേട്ടോ. കാരണം അവിടുത്തെ കാലാവസ്ഥയും അവിടുത്തെ ആ ജീവിത രീതികളൊക്കെ കാണുമ്പം നമ്മുടെ നാട് എത്രയോ ഭേദം.